السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. അൽഹംദുലില്ലാ നമ്മൾ ലെസൺ 5 കഴിഞ്ഞു. ആദ്യം ലെസൺ 5ന്റെ റിവിഷനിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. നമ്മൾ കുറേ പ്രാവശ്യം റിവിഷൻ ചെയ്തതാണ് ലെസൺ 5ന്റെ ഫസ്റ്റ് പാർട്ട്. എന്നാലും നമ്മൾ മൊത്തത്തിലൊന്ന് റിവൈസ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. നമ്മൾ മെയിനായിട്ട് ലെസൺ 5ൽ ഹാദ അല്ലേ, ഹാദ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും അറബിയിൽ ഉപയോഗിക്കപ്പെടുന്ന 7ാമത്തെ കോമൺ വേർഡാണ്. അതിന് ഇസ്മു ഇഷാര എന്നാണ് പറയുന്നത് അല്ലേ, ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ. അതായത് എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കുന്ന, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർവനാമം അല്ലെങ്കിൽ പ്രൊനൗൺ ആണ് ഹാദ എന്ന് പറയുന്നത്. അതേപോലെ മറ്റ് ഇസ്മുകളാണ് ഹാദിഹി. ഹാദ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം ആണ്. ഹാദിഹി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം ഇത്. ദാലിക പുല്ലിംഗം അത്, ദൂരെയുള്ളതിനെ ചൂണ്ടിക്കാണിക്കാൻ. തിൽക്ക സ്ത്രീലിംഗം അത്. ഹാദയും ഹാദിഹിയും അടുത്തുള്ളത്, ദാലിക തിൽക്ക ദൂരെയുള്ളത്. ഇനി ഹാദ ഉപയോഗിച്ച് സെന്റൻസസ് ഫ്രേസസ് ഒക്കെ എഴുതുന്നത് പല രീതിയിൽ നമ്മൾ പഠിച്ചു. അപ്പം ഹാദയുടെ കൂടെ അൽ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഇസ്മ ഹാദർ റജുൽ, ഹാദ പ്ലസ് അർ റജുൽ എന്ന് വരുമ്പം ഇത് മൊത്തത്തിൽ ഇത് അർ റജുൽ ഡെഫിനറ്റ് ആണ് അല്ലേ. പൊതുവെ അർ റജുൽ എന്ന് പറഞ്ഞാൽ ദ മാൻ, ഏതെങ്കിലും ഒരു പ്രത്യേക പുരുഷനെയാണ് കാണിക്കുന്നത്. അതിന്റെ കൂടെ ഹാദ എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് മൊത്തത്തിൽ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഫ്രേസ് ആയിട്ട് മാറണം. അപ്പം ദിസ് എന്നാണ് ഹാദ വര, റജുൽ ദ മാൻ ആണ്. അപ്പൊ രണ്ട് ചൂണ്ടിക്കാണിക്കൽ അല്ലെങ്കിൽ രണ്ട് ഡെഫിനറ്റ്നെസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെയുള്ള ട്രാൻസ്ലേഷനിൽ നിന്നും ദ ഒഴിവാക്കും. ഈ പുരുഷൻ അല്ലെങ്കിൽ ആ പുരുഷൻ എന്ന് നമ്മൾ എഴുതൂല. എന്നുള്ളത് നമുക്ക് എപ്പോഴും ദ എന്നുള്ള ഡെഫിനറ്റിന്റെ വാക്കായിട്ടാണ് നമ്മൾ ബ്രാക്കറ്റിലുള്ള ആ എഴുതുന്നത്. പുറത്ത് ആ എഴുതി കഴിഞ്ഞാൽ, അതായത് ബ്രാക്കറ്റിൽ ആ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ദ അല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടുള്ള അൽ വരുന്ന വാക്കുകളെ ട്രാൻസ്ലേഷന് വേണ്ടിയാണ് എഴുതുക. ബ്രാക്കറ്റ് ഇല്ലാതെ ആ എന്ന് എഴുതി കഴിഞ്ഞാൽ ദൂരെ ഉള്ളത് എന്തിനെയോ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ദാലിക എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതാറ്. അപ്പൊ ഹാദർ റജുലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരുഷൻ, അതൊരു സെന്റൻസ് അല്ല, അതൊരു ഫ്രേസ് മാത്രമാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു എന്താ പറയാ അതിനെ അങ്ങനെ, അതായത് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഇസ്മോട് കൂടി ഹാദ ഇസ്മു ഇഷാറ ഉപയോഗിച്ചിട്ട് അതിനെ ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആക്കണമെങ്കിൽ നമുക്ക് അതിന്റെ അവസാനം എന്തെങ്കിലും ഒരു വിശേഷണോ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഇനി അത് ഒരു പ്രിപ്പോസിഷൻ, അതായത് എന്താ പറയാ ഹർഫ് ജറുള്ള ഒരു ഫ്രേസ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഹാദൽ വലതു, ഈ ആൺകുട്ടി, സഗീറുൻ ചെറുതാണ്. അപ്പം ആ ഹാദൽ വലതു എന്നുള്ള ഡെഫിനറ്റ് ആയിട്ടുള്ള ആ ഒരു ഫ്രേസ് കംപ്ലീറ്റ് സെന്റൻസ് ആക്കി ഇതിന് മുബ്തദവും ഇതിനെ ഖബറും ആക്കി ഒരു വിശേഷണം ചേർത്തു, അതിന്റെ കൂടെ ഒരു സിഫ ചേർത്തിട്ട് ഹാദൽ വലതു സഗീറുൻ എന്ന് എഴുതി. പിന്നെ വേറൊരു കാര്യം നമ്മൾ പഠിച്ചത് ഹാദ ഹാദിഹി ദാലിക തിൽക്കക്ക് എറാബ് ചേഞ്ച് ചെയ്യൂല. അതായത് അതിന്റെ എറാബ് എപ്പോഴും എന്താണോ എഴുതിയത് അതുപോലെ ആയിരിക്കും. അതിന് മുമ്പ് ഒരു ഹെർഫ് ജറ് വന്നാലും ഹെർഫ് നസ്ബ് വന്നാലും, അതായത് ഇന്ന വന്നാലും മിൻ വന്നാലും ഫീ വന്നാലും ഒക്കെ ഹാദക്ക് മാറ്റമൊന്നും വരൂല. പക്ഷെ ഹാദയോട് ചേർന്ന് വരുന്ന ഇസ്മിന്റെ എറാബിന് ചേഞ്ച് വരും. ഇപ്പൊ മിൻ വന്നതുകൊണ്ട് മിൻ ഹാദ മാറ്റമൊന്നും വന്നില്ല, അർ റജുലി എന്ന് ആയി മാറി, മിൻ ഹാദ റജുലി. അതുപോലെ ഇന്ന ഹാദ റജുല. അപ്പം അതിന് മുമ്പേ വരുന്ന ഹെർഫോ എന്താണോ റൂള് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുക. ഹാദയുടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇസ്മ, അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡെഫിനറ്റ് ആയിട്ടുള്ള ഇസ്മ ഉണ്ടെങ്കിൽ അതാണ്. ഇനി ഇതിന്റെ തന്നെ ഫീമെയിൽ. ഓക്കെ, ഹാദർ റജുലു എന്ന് പറയുമ്പം ഹാദിഹി അൽമർ അത്തു, അൽമർ ദ വുമൺ അല്ലെങ്കിൽ ആ സ്ത്രീ. അതിന്റെ കൂടെ ഹാദിഹി ചേർക്കുമ്പോൾ ഈ സ്ത്രീ എന്നായിട്ട് മാറുകയാണ്. നമ്മൾ ബ്രാക്കറ്റിൽ ആ ആണ് ഇവിടെ പറഞ്ഞത്, ഡെഫിനറ്റ്നെസിന്റെ ആ. അപ്പം അതായത് ഈ ഇസ്മ സ്ത്രീലിംഗ ആയതുകൊണ്ട് ഹാദ എന്നുള്ളത് ഹാദിഹി ആയിട്ട് മാറി. അപ്പൊ ഹാദിഹിൽ മദീനത്തു, ഹാദൽ മുദരിസു,
മുദരിസു പുല്ലിംഗ ആയതുകൊണ്ട്. ഹാദിഹിൽ അർദു, അർദു ഭൂമി സ്ത്രീലിംഗ ആയതുകൊണ്ട് ഹാദിഹി. ഹാദിഹിൽ യദു കൈ സ്ത്രീലിംഗ ആയതുകൊണ്ട് ഹാദിഹി. ഓക്കെ, എക്സാമ്പിൾസ് കണ്ടു നമ്മള്. പിന്നെ ഇസ്മു ഇഷാറ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹാദർ റജുലു എന്നുള്ളത്, അതായത് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് അതിനെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അവസാനം നമ്മൾ വിശേഷണം ആഡ് ചെയ്യും. ഇനി ഇസ്മു ഇഷാറ മാത്രം, ഹാദ മാത്രം സബ്ജക്റ്റ് ആയിട്ടുള്ള മുബ്തദ ആയിട്ടുള്ള സെന്റൻസസ് വരാം. ഹാദ അല്ലെങ്കിൽ ഹാദിഹി, അതായത് ഹാദ റജുലുൻ, ഇത് ഒരു പുരുഷനാകുന്നു. ഓക്കെ, ഹാദ റജുലുൻ, അതിനകത്ത് ഹാദ എന്നുള്ളത് ആ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രം മുബ്തദ ആവാണ്. റജുലുൻ എന്ന് പറയുന്നത് ആ സെന്റൻസിന്റെ ഖബർ ആവുകയാണ്. ഓക്കെ, മുബ്തദ ഖബർ എന്ന് പറയുമ്പോൾ ഒരു ജുംലത്തിൽ ഇസ്മിയ, ഓക്കെ, നോമിനൽ സെന്റൻസ്, നൗണിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിന് രണ്ട് പാർട്സ് ആണ് മുബ്തദ ഖബർ. മുബ്തദ എന്ന് പറയുമ്പോൾ അതിന്റെ സബ്ജക്റ്റ് എന്തിനെ കുറിച്ചാണോ പറയുന്നത്, ഖബർ എന്ന് പറയുന്നത് സബ്ജക്റ്റിനെ കുറിച്ച് എന്താണോ പറയുന്നത്. ഓക്കെ, അതാണ് ഖബർ. അപ്പം ഇങ്ങനെ വരുമ്പം, അതായത് ഡെഫിനിറ്റ് അല്ലാത്ത ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഇസ്മ, നക്കിറ ആയിട്ടുള്ള ഒരു ഇസ്മ വരുമ്പം എന്താവും, ഹാദ എന്നുള്ളത് മുബ്തദവും ആ ഇസ്മ ഖബറുമായിട്ട് മാറും. ഇത് ഒരു പുരുഷനാകുന്നു, ദിസ് ഇസ് എ മാൻ. തിൽക്ക മദീനത്തുൻ, അത് ഒരു പട്ടണമാകുന്നു. മൻ ഹാദ, ഹൂ ഇസ് ദിസ്, ആരാണ് ഇത്. അങ്ങനെ വരുമ്പോൾ ആ ക്വസ്റ്റ്യൻ വേർഡ് മുബ്തദവും ഈ ചൂണ്ടിക്കാണിക്കുന്ന ഹാദ ഖബറും ആവും ക്വസ്റ്റ്യനിൽ. ഇപ്പം ഈ ഒരു സെഷനിൽ നിങ്ങൾ മുബ്തദ ഖബറിനെ കുറിച്ച് ഒരുപാട് ഇതാക്കണ്ട, നമ്മൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ബുക്സിൽ എടുക്കും. ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പല സ്ഥലത്തും നമ്മൾ മുബ്തദ ഖബർ പറയുന്നത്. വളരെ മിനിമം നോളജ് ഉണ്ടാവുകയും വേണം ഇൻഷാ അല്ലാഹ്. ഹാദ ഹുവർ റജുലു, ഈ ഒരു യൂസേജിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഹാദർ റജുലു എന്ന് പറഞ്ഞല്ലേ, അത് ഡെഫിനറ്റ് ആയിട്ടുള്ള അൽ ഉള്ള മഅരിഫ ആയിട്ടുള്ള ഒരു ഇസ്മിനെ കംപ്ലീറ്റ് സെന്റൻസ് ആക്കാൻ വേണ്ടിയിട്ട്. ഹാദർ റജുലു എന്ന് പറഞ്ഞാൽ ആ പുരുഷൻ, അല്ലെങ്കിൽ ഈ പുരുഷൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇത് എന്താണ്, ഇന്ന പുരുഷനെ കാണിച്ചിട്ട് എന്താക്കണം, ഇതാണ് ആ പുരുഷൻ നമുക്ക് പറയണം. ഞാൻ പറഞ്ഞ ആ ആളില്ലേ, അത് ഇതാണ്, അങ്ങനെ പറയണം. അതായത് അൽ ഡെഫിനിറ്റോട് കൂടിയുള്ള ഒരു ഇസ്മിനെ ഹാദ ഉപയോഗിച്ച് ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഹാദന്റെ ശേഷം ആ ഇസ്മിന് മാച്ച് ആയിട്ടുള്ള ഒരു പ്രൊനൗണ് ദമീർ മുൻഫസിൽ ചേർക്കും. അപ്പൊ ഹാദ ഹുവർ റജുലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ മാൻ, ഇതാണ് ആ പുരുഷൻ. ഹാദർ റജുലു എന്ന് പറഞ്ഞാൽ ഈ പുരുഷൻ. ഹാദാ റജുലൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരു പുരുഷനാകുന്നു. അപ്പം അങ്ങനെ 3 തരത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ചു. ഇനി ഇതിന് സ്ത്രീലിംഗത്തിന്റെ എക്സാമ്പിൾ, ഹാദിഹി ഹിയൽ മദീനത്തുൽ ഖദീമത്തു, അൽ മദീനത്തുൽ ഖദീമത്തു ദ ഓൾഡ് സിറ്റി. അതിന് ഹാദിഹിൽ മദീനത്തുൽ ഖദീമത്തു എന്ന് പറഞ്ഞാൽ ദിസ് ഓൾഡ് സിറ്റി എന്നേ വരുള്ളൂ. ദിസ് ഈസ് ദ ഓൾഡ് സിറ്റി എന്ന് പറയണമെങ്കിൽ, ഇതാണ് ആ പഴയ പട്ടണം എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് അൽ മദീനക്ക് മാച്ച് ചെയ്യുന്ന, ഈ ഹാദയുടെ ചേർന്ന് വന്ന ഇസ്മിന് മാച്ച് ചെയ്യുന്ന ഒരു ദമീർ മുൻഫസിൽ കൊടുക്കണം. മദീന സ്ത്രീലിംഗ ഏകവചനം, അതുകൊണ്ട് ഹിയ. ഓക്കെ, ഹാദിഹിൽ മദീനത്തുൽ ഖദീമത്ത് നമ്മൾ പറഞ്ഞു ദിസ് ഓൾഡ് സിറ്റിയാണ്. ഇനി ഹാദിഹി മദീനത്തുൽ ഖദീമത്ത് എന്ന് വരികയാണെങ്കിൽ ഇത് ഒരു പഴയ പട്ടണമാകുന്നു. അപ്പം ഹാദിഹി ഹിയൽ മദീനത്തുൽ ഖദീമത്ത് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ ഓൾഡ് സിറ്റി, ഇതാണ് ആ പഴയ പട്ടണം. ആ ബ്രാക്കറ്റിലാണ്. ഹാദിഹിൽ മദീനത്തുൽ ഖദീമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ പട്ടണം. ഓക്കെ, അല്ലെങ്കിൽ ദിസ് ഓൾഡ് സിറ്റി. ഇനി ഹാദിഹി മദീനത്തുൻ ഖദീമത്ത് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ആൻ ഓൾഡ് സിറ്റി. ഇവിടെ മദീനത്തുൻ ഖദീമത്ത് എന്നുള്ളത് ഇൻഡെഫിനിറ്റ് ആണ്, നക്കിറയാണ്. ഇനി അടുത്തത് ഇദാഫയിൽ നമ്മൾ മുദാഫ് ഇലേഹി ആയിട്ട് എന്തിൻ്റെങ്കിലും ഒന്ന് ഇതിന്റെ അത് അല്ലെ, അങ്ങനെ ഒരു പ്രൊസഷൻ പറയുന്ന സെന്റൻസസിൽ ഫ്രേസസിൽ എങ്ങനെയാണ് നമ്മൾ ഹാദ ചേർക്കാന്ന്, ഹാദ ഹാദി അതായത് ഇസ്മു ഇഷാറ എങ്ങനെയാ ചേർക്കാന്നാണ് അടുത്തത്. അപ്പം ഇദാഫ നമുക്ക് ഒരു ദമീർ മുത്തസിൽ അറ്റാച്ച് ചെയ്തിട്ടും എഴുതാം. എന്റെ പുസ്തകം, നിന്റെ പുസ്തകം എന്നൊക്കെ പറയുന്ന പോലെ കിതാബുക, ഹിതാബി എന്നൊക്കെ എഴുതാം. അങ്ങനെയുള്ള കാര്യത്തില് അവിടെ നമ്മൾ ഈ അറ്റാച്ച് ചെയ്ത് വരുന്ന ദമീർ മുത്തസിൽ എന്ന് പറയുന്ന സംഭവം എന്താണ്, അത് എന്റെ നിന്റെ എന്നൊക്കെ പറയുമ്പോൾ അതിന് പിന്നെ ചൂണ്ടിക്കാണിക്കാൻ ഒരു വകുപ്പില്ല അല്ലെ. അപ്പം അതിനോട് ചേർന്ന് വരുന്ന ഇസ്മാണ് നമ്മൾ അവിടെ ഇസ്മു ഇഷാര ഉപയോഗിച്ച് ചൂണ്ടിക്കാണിക്കുക. അത് ഈ ഒരു ഫ്രേസിന് ശേഷമാണ് വരിക. ഓക്കെ, അപ്പൊ ഈ ഹാദ ഈ കിതാബിന്. ഓക്കെ,
എൻ്റെ ഈ പുസ്തകം. കാരണം ഇവിടെ ഞാൻ അല്ലെങ്കിൽ എൻ്റെ എന്ന് പറയുന്നത് അവിടെ ഓൾറെഡി ഡെഫിനിറ്റ് ആണ്. പുസ്തകം ഏതാണെന്ന് നമുക്ക് അവിടെ എന്താണ് ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമുള്ളൂ. പുസ്തകവും എന്താണ് ഡെഫിനിറ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ എന്താ പറയാ, ഹാദർ റജുലു എന്നൊക്കെ പറഞ്ഞ പോലെ അതിന് ചൂണ്ടിക്കാണിക്കണമെങ്കിൽ ഇസ്മു ഇഷാറ ഇതിന് ശേഷം കൊണ്ടുവരും. ഹാദ കിതാബുക, നിന്റെ ഈ പുസ്തകം ഈ ഫി ബൈത്തി റജുലി, ഈ എന്താണ് ആ പുരുഷന്റെ വീട്ടിലാണ്. ദിസ് ബുക്ക് ഓഫ് യോഴ്സ് ഈസ് ഇൻ ദ മാൻസ് ഹൗസ്. ഇവിടുത്തെ ദ എന്ന് പറയുന്നത് ആ ബ്രാക്കറ്റ് ആണെന്ന് പ്രത്യേകം ഓർക്കണം. ഇത് ട്രാൻസ്ലേഷൻ എഴുതുമ്പോൾ ചെറിയ തോതിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഡെഫിനറ്റ് നമ്മൾ ആ ബ്രാക്കറ്റിൽ എഴുതും. വാലിക്ക അല്ലെങ്കിൽ തിൽക്ക വരുമ്പോൾ ആ പുറത്ത് എഴുതും. ഇനി രണ്ട് ഇസ്മുകൾ വരുന്ന, രണ്ട് ഡിഫറെന്റ് ഇസ്മുകൾ വരുന്ന, അത് ദമീർ മുത്തസിൽ ഇല്ലാത്ത ഒരു ഇദാഫ കൺസ്ട്രക്ഷൻ. ഓക്കെ, അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ ഇസ്മു ഇഷാറ ഇതിനും കൊണ്ടുവരാം ഇതിനും കൊണ്ടുവരാം അല്ലെ. ബൈത്തുർ റജുൽ എന്ന് പറയുമ്പോൾ ബൈത്തിനും കൊണ്ടുവരാം പുരുഷനും കൊണ്ടുവരാം. ഈ പുരുഷന്റെ വീടെന്നും പുരുഷന്റെ ഈ വീടെന്നും പറയാം. അങ്ങനെ വരുമ്പം ഇസ്മു ഇഷാറ എങ്ങനെയാ എഴുതുക? ഈ ഒരു കംപ്ലീറ്റ് ഇദാഫയ്ക്ക് ശേഷമാണ് എഴുതുന്നതെങ്കിൽ അത് മുദാഫിനാണ് എന്താണ് ഇസ്മു ഇഷാറ വരുന്നത്. അപ്പം ബൈത്തുർ റജുലി ഹാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പുരുഷന്റെ ഈ വീട്, അവിടെ വീടിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടുത്തെ ആ എന്ന് പറയുന്നത് അല്ലിന്റെ ആയാണ്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് ശരിക്കും മനസ്സിൽ ക്ലിയർ ആക്കി വെക്കട്ടോ. അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ, പ്രത്യേകിച്ച് ഓപ്ഷനൊക്കെ ഉള്ള ട്രാൻസ്ലേഷൻ വരുമ്പോൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവും. പ്രത്യേകിച്ച് ട്രാൻസ്ലേഷൻസിന് 2 മാർക്ക് 3 മാർക്കൊക്കെയാണ് എക്സാമുകൾക്ക്. അപ്പം മാർക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നല്ലോണം സിമെന്റ് ഇട്ട് കോൺക്രീറ്റ് ഇട്ട് അവിടെ എഴുതി വെക്കുക. നമ്മൾ ട്രാൻസ്ലേഷൻ എഴുതുമ്പോൾ അൽ വരുമ്പോഴാണ് നമ്മൾ ഈ ആ എഴുതുന്നത്. പിന്നെ ഹാദ അല്ലെങ്കിൽ ദാലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ആന്ന് എഴുതും, ബ്രാക്കറ്റ് ഇല്ലാണ്ട്. ഓക്കെ, ഇനി ഇവിടെ ബൈത്തുർ റജുലി ഹാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈത്തിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ബൈത്തു ദാലിക്കർ റജുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റജുലിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നടുവില് ഈ മുദാഫിനും മുദാഫ് ഇലേഹിക്കും നടുവിലായിട്ട് ഇസ്മു ഇഷാറ കയറ്റി കഴിഞ്ഞാൽ ആ ഇസ്മു ഇഷാറ മുദാഫ് ഇലേഹിക്കാണ് വരിക. ഓക്കെ, ബൈത്ത് ദാലിക്കർ റജുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുരുഷന്റെ വീട്. ഓക്കെ, ആ പുരുഷന്റെ വീട്. ഇവിടെ അല്ലാണ്, അതുകൊണ്ട് ആ പുരുഷന്റെ ആ വീട് എന്ന് എഴുതണം, അൽ ഉള്ളത് കൊണ്ട്. ഓക്കെ, ഇവിടുത്തെ ആ എന്താണ്, ആ പുരുഷൻ എന്ന് പറയുന്ന ആ എന്താണ് ദാലിക്കയുടെ ആ ആണ്. പിന്നെ നമ്മൾ കുറച്ച് വൊക്കാബുലറി പഠിച്ചു, ഇതിന്റെ എക്സസൈസസ് ചെയ്ത്. പിന്നെ നമ്മൾ ഈ ഇസ്മു ഇഷാറയുടെ പ്ലൂറൽ ബഹുവചനത്തിൽ യൂസ് ചെയ്യുന്നത്, അതായത് ഇത് അത് എന്ന് പറയുന്ന പോലെ ഇവ അവ, ദീസ് ദോസ്, ദിസ് ദാറ്റ് എന്ന് പറയുന്ന പോലെ ദീസ് ദോസ്. ഓക്കെ, അപ്പം ഹാദ ഹാദിഹി രണ്ടും ഇതാണ് അടുത്തുള്ളതിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. എന്നാൽ അതിന്റെ പ്ലൂറൽ ഹ ഉലായി. ഹ ഉലായിക്ക് ആൺ പെൺ വ്യത്യാസമില്ല, ആണിനും പെണ്ണിനും ഉപയോഗിക്കും. അതേപോലെ ദാലിക്ക തിൽക്ക അത് എന്ന് കാണിക്കുന്നത്, ഇതിൽ ദാലിക്ക മെയിലും തിൽക്ക ഫീമെയിലും ആണ്. അതിന്റെ പ്ലൂറൽ ഉലായിക, അവ. അവയും ഈ പറഞ്ഞ പോലെ മെയിലിനും ഫീമെയിലിനും ഉപയോഗിക്കും. വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഹ ഉലായും ഉലായിക്കയും എന്താണ് മനുഷ്യന്മാർക്ക് മാത്രം മനുഷ്യന്മാർക്ക് മാത്രം ഉപയോഗിക്കുന്നതാണ് ഹ ഉലായി ഉലായിക. ഓക്കെ, അപ്പൊ ഹ ഉലായി ത്വാലിബാത്തു മിനൽ ഹിന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഈ വിദ്യാർത്ഥിനികൾ, ഈ ഓക്കെ ഇവർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥിനികൾ പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ഹ ഉലായി ഉപയോഗിക്കുകയാണ്. നമ്മൾ പറഞ്ഞു ഇതിന് മെയിൽ ഫീമെയിൽ ഡിഫറൻസ് ഇല്ല. ഇത് ഫീമെയിൽ ആണ് ത്വാലിബാത്ത് എന്ന് പറയുന്നത്, ത്വാലിബത്തുൻ ത്വാലിബാത്തുൻ, പക്ഷെ ഹ ഉലായി തന്നെയാണ് ഉപയോഗിക്കുക. ഇനി അത് ത്വാലിബുന്റെ പ്ലൂറൽ തുല്ലാബാണെങ്കിലും ഹ ഉലായി തന്നെയാണ് അവിടെ ഉപയോഗിക്കുക. ഇനി നോൺ ഹ്യൂമൻ പ്ലൂറൽ ആണ്, മനുഷ്യരല്ലാത്ത ബുദ്ധിയില്ലാത്ത ജീവികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും കാര്യത്തിൽ വരുമ്പോൾ എന്താണ് സിംഗുലർ ഫെമിനിൻ. ഓക്കെ, സ്ത്രീലിംഗ ഏകവചനാണ് ഉപയോഗിക്കുക. ഇതിന്റെ പ്ലൂറൽ വരാണ്. ഇപ്പൊ ഫസ്ലിന്റെ പ്ലൂറൽ, ക്ലാസ് റൂമിന്റെ പ്ലൂറൽ ഫുസൂൽ വന്നപ്പം ഹാദിഹി ആണ് വന്നത്. ഇവിടെ ഹ ഉലായി ഉപയോഗിക്കൂല. അത് അവ അല്ലെങ്കിൽ ദൂരെയുള്ള ക്ലാസ് റൂമുകൾ കാണിക്കാനാണെങ്കിൽ ദാലിക്കയും എന്താണ് ഉലായിക്ക വരൂല, പകരം
തിൽക്ക എന്നാണ് വരിക. ദാലിക്കയും വരില്ല. കാരണം ഫെമിനിൻ പ്ലൂറൽ ആണെങ്കിൽ അൽഫുസൂൽ എന്ന് പറയുന്നത് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇസ്മു പ്ലൂറൽ ആണെങ്കിൽ ഹാദിഹി അല്ലെങ്കിൽ തിൽക്ക വരിക. അടുത്തുള്ളതിനെ ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ ഹാദിഹി, ദൂരെയുള്ളതിനെ ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ തിൽക്ക. ഇനി പാർട്ട് 2. പാർട്ട് 2 നമ്മൾ പിന്നെ പഠിച്ചത് ഇന്ന വ അഖവാത്തുഹ അല്ലെ, ഇന്നയുടെ സഹോദരിമാരെ കാര്യം. ഇന്ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇസ്മ അല്ല ഹർഫ് മൻസൂബാണ് അല്ലെ. ഇന്നയ്ക്ക് ശേഷം വരുന്ന ഇസ്മിനെ ഇന്ന എന്താക്കും, നസ്ബ് ചെയ്യും. അപ്പം ഇന്നയ്ക്ക് കുറെ സഹോദരിമാരുണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് നമ്മൾ പഠിച്ചത് ലി അന്ന, ലാക്കിന്ന, ലി അന്ന, ലാക്കിന്ന. ലി അന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ്, അത് കാരണം. കാരണം എന്തെങ്കിലും ഒരു സെന്റൻസിൽ നമ്മൾ ഇന്നത് ഒരു കാര്യം എഴുതിയിട്ട് അത് കാരണമാണ് മറ്റേത് എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ് ലി അന്ന. ലാക്കിന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ. ലാക്കിൻ, നമ്മളെ ഹിന്ദിയിലെ ലേക്കിൻ എന്നൊക്കെ പറയുന്നത് പക്ഷേ, ലാക്കിൻ എന്നുള്ള അർത്ഥം. ഓക്കെ, ലാക്കിന്ന, ലാക്കിൻ, അങ്ങനെ രണ്ടു രീതിയിലും ഉപയോഗിക്കും. ഇനി ഈ ഒരു ഇന്നയുടെയും ഇതുപോലെ ഇന്നയുടെ സഹോദരിമാരുടെ ഒരു പ്രത്യേകത, ഇതിന് ശേഷം വേർബ് വരൂല, അതിനുശേഷം ഇസ്മുകളേ വരുള്ളൂ. ലാഖിന്ന, അന്ന എന്നൊക്കെ പറയുന്ന ഇന്നയുടെ സഹോദരിമാർക്ക് ഇസ്മേ വരുള്ളൂ. ലാഖിൻ ഇതിനൊരു എക്സെപ്ഷൻ ആണ്. ലാഖിൻ നമുക്ക് പറയുമ്പോൾ എടുക്കാം. ഓക്കെ, അപ്പം ഇന്ന പ്ലസ് നൗണ് വരുമ്പം അത് എന്താവും, ഇന്നയുടെ കൂടെ വരുന്ന ഇസ്മ മൻസൂബാവും. അത് നമുക്കറിയാം അല്ലെ. എന്നാൽ ഇന്നയുടെ കൂടെ ഒരു ദമീർ മുത്തസിൽ, ഒരു പ്രോനൗൺ അറ്റാച്ച് ചെയ്ത് വരുമ്പം അതിന് ഈ ലൊമീറുകൾക്ക് മാറ്റൊന്നും വരൂല. ഈ ഹാദ, ഹാദിഹി പോലെ തന്നെയാണ് ഹുവ, ഹിയ, ഹും, അതേപോലെ കാ, കി, കു ഒക്കെ. അതിന് ഇറാബിന് ചേഞ്ച് ഒന്നും വരൂല. അതിന്റെ മുമ്പോ ശേഷമോ വരുന്നതിനനുസരിച്ച് യാതൊരു മാറ്റവും വരൂല. അപ്പൊ നമുക്കറിയാം ഹാദർ റജുലു ഖാദിമുൻ എന്ന് എഴുതുന്നതിന്റെ മുമ്പ് ഇന്ന നിശ്ചയമായെന്ന് വന്നു കഴിഞ്ഞാൽ അത് ഹാദർ റജുല ഖാദിമുൻ എന്നായിട്ട് മാറും. അതേപോലെ ലി അന്നയും ലാക്കിന്നെയും എഴുതുമ്പോൾ അതിന് ശേഷം വരുന്ന ഇസ്മ, അത് ലൊമീർ അല്ലാത്ത ഒരു ഇസ്മാണെങ്കിൽ അത് മൻസൂബായിട്ട് മാറും. ദൊമീർ ആണെങ്കിൽ, അതായത് ദൊമീർ മുത്തസിലാണെങ്കിൽ അതിൽ മാറ്റമൊന്നും വരില്ല. അപ്പം ഒരു ഉദാഹരണം, ഖാലിദുൻ മുദീറു ഷെരിക്കത്തി എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അല്ല, ഖാലിദ് ആ കമ്പനിയുടെ ഡയറക്ടറാണ്. പക്ഷേ ഖാലിദ് ആ കമ്പനിയുടെ ഡയറക്ടർ ആണെന്ന് പറഞ്ഞ് ലാക്കിന്നെ എഴുതുമ്പോൾ ഖാലിദുൻ എന്നുള്ളത് ഖാലിദൻ എന്നായിട്ട് മാറും. ഈ ലാക്കിന്നെ പലപ്പോഴും വലാക്കിന്ന എന്ന് എഴുതപ്പെടാറുണ്ട്. നമ്മൾ ഖുറാനിലൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സെന്റൻസിന്റെ കൂട്ടി അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ അതിനോട് ചേർത്ത് എഴുതുമ്പോൾ വലാക്കിന്ന എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുക. രണ്ടിനും ഒരേ അർത്ഥം തന്നെയാണ്. ഇവിടെ വാ പ്രത്യേകം വേറെ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാറില്ല. അത് വലാക്കിന്ന എന്ന് ഒന്നിച്ചാണ് എടുക്കാറ്. ഇനി സാലിമുൻ ജാലിസുൻ ഫി ഹാദൽ ഫസ്ലി ലാക്കിന്ന സാലിമൻ മുദരിസുൻ. ഓക്കെ, സാലിം എന്താണ്, ഈ ക്ലാസ്സിൽ ഇരിക്കുന്നവനാണ്, എന്നാൽ സാലിം ഒരു അധ്യാപകനല്ല എന്ന് പറയണം. അപ്പൊ ഇവിടെ ലാക്കിന്നക്ക് ശേഷം വന്നതുകൊണ്ട് സാലിമുൻ എന്നായി. സാലിമുൻ എന്നുള്ളത് സാലിമൻ എന്നായി. അത് ഇതിനു പകരം, സാലിമിന് പകരം അതൊരു ദമീർ മുത്തസിലാണെങ്കിൽ ലാക്കിന്നഹു എന്ന് വരും. അവിടെ മാറ്റമൊന്നും വരില്ല. വലാക്കിന്നഹു മുദരിസുൻ, വലാക്കിന്നഹു മുദരിസുൻ. ഇനി ലാക്കിന്ന, വലാക്കിന്ന, ലാക്കിൻ. ലാക്കിൻ എന്നുള്ളതിനും അർത്ഥം സെയിം ആണ്. ലാക്കിൻ അല്ലെങ്കിൽ വലാക്കിൻ എന്നൊക്കെ പറയുന്നത് അർത്ഥം സെയിം ആണ്. പക്ഷെ നമ്മൾ പറഞ്ഞു ഈ ലാക്കിന്നയ്ക്കും വലാക്കിന്നയ്ക്കും ശേഷം ഇസ്മ വന്നാൽ അത് മൻസൂബാവും. പക്ഷെ വലാക്കിൻ അല്ലെങ്കിൽ ലാക്കിൻ ഇതിന് ശേഷം ഇസ്മ മൻസൂബാവൂല, പകരം അത് മർഫൂ തന്നെ ആയിരിക്കും. ആ ഒരു ഡിഫറൻസ് ശരിക്കും ശ്രദ്ധിക്കണം. നമ്മുടെ സെന്റൻസസിൽ വലാക്കിൻ ആണോ വലാക്കിന്നെ ആണോ ഉള്ളതെന്ന്. പ്ലസ് വലാക്കിന്നിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് ശേഷം വേർബ് വരാം, ഒരു ഫേല് വരാം. നമ്മൾ കുറെ ആയത്തുകളിൽ വലാക്കിൻ ക്യാനു എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ. വലാക്കിൻ ക്യാനു അംഫുസഹും അങ്ങനെ പറയാറുണ്ട്. അപ്പം വലാക്കിന് ശേഷം ക്യാനു എന്ന് പറയുന്നത് എന്താണ്, ഫേലാണ്. അപ്പം ഇന്ന അഖ്വാത്തുഹ, ഇന്നയുടെ സഹോദരിമാർക്ക് ശേഷം ഇസ്മ വരാന്ന് പറഞ്ഞു. അതിൽ വലാക്കിൻ വരുമ്പം വലാക്കിന്നയുടെ അതേ മീനിങ് ആണെങ്കിലും അതിന് റൂൾസ് വേറെയാണ്. അതിന് ഇന്നയുടെ സഹോദരിയായിട്ട് കാണാറില്ല. അർത്ഥം സെയിം ആണ്.
അപ്പൊ വലാക്കിന് ശേഷം വരുന്ന ഇസ്മ മർഫു തന്നെയാണ്, മൻസൂബ് ആകുന്നില്ല. പ്ലസ് വലാക്കിന് ശേഷം വേർബ് ക്രിയയും വരാം. പിന്നെ ലി അന്നക്ക് സെയിം റൂൾ തന്നെ. മുഹമ്മദുൻ ഖാദിമുൻ ഇല മദ്രസത്തി സാലിമിൻ ലി അന്ന ഹു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ലി അന്നയുടെ കൂടെ ലൊമീർ മുത്തസിൽ ചേർക്കുകയാണെങ്കിൽ ഒരു മാറ്റം വരൂല, അതേപോലെ വരും. എന്നാ ലി അന്നയ്ക്ക് ശേഷം ഒരു ഇസ്മു വരാണെങ്കിൽ അത് എന്താവും? മൻസൂബാവും. ലി അന്ന മുഹമ്മദൻ മുദരിസുഹു. ഇവിടെ ലി അന്ന ഹു മുദരിസുഹു. പിന്നെ എക്സാമ്പിൾസ് എഴുതി. നമ്മൾ ഇതിനകത്തൊരു ഹോംവർക്ക് തന്നിരുന്നു. അത് ഹോംവർക്ക് ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ആൻസർ നോക്കിയതാന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ തെറ്റിയാലും കുറച്ചും കൂടെ പഠിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ അടുത്ത വൊക്കാബുലറി. പിന്നെ നമ്മൾ പഠിച്ചത് ആൻ എന്ന് പറയുന്ന ഹെർഫാണ്. ഹെർഫ് ജെറാണ് ആൻ. അന്നിന്റെ മീനിങ് നിന്ന്, എന്തിലെങ്കിലും നിന്ന് അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് എന്തിനെങ്കിലും പറ്റി എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ്. പിന്നെ അൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ 2 സിഫകളെ കുറിച്ച് പഠിച്ചിരുന്നു. ബഈദുനും ഖരീബുനും. ബഈദുൻ എന്ന് പറഞ്ഞാൽ ദൂരെ, ഖരീബുൻ എന്ന് പറഞ്ഞാൽ അടുത്ത്. അപ്പം ഈ ബഈദുൻ ഖരീബുൻ പല രീതിയിൽ ഉപയോഗിക്കപ്പെടാമെന്ന് പറഞ്ഞു അല്ലെ. ഒരു സാധാരണ പോലെ ഒരു ഇസ്മു അല്ല ജുംലത്തുൽ ഇസ്മിയയുടെ ഖബറായിട്ട് ഒരു വിശേഷണം പോലെ അൽ ബൈത്തു ഖരീബുൻ എന്ന് പറയാം. വീട് ദൂരെയാണ്, ആ വീട് അടുത്താണ്. അതേപോലെ ബഈദുനും ഉപയോഗിക്കാം. അൽ ബൈത്തു ബഈദുൻ എന്ന് ഉപയോഗിക്കാം. അൽ മദ്രസത്തു ബഈദത്തുൻ എന്ന് ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിക്കാം. എന്നാൽ ഈ ഖരീബും ബഈദും അതിന്റെ കൂടെ ഒരു ഹെർഫോട് കൂടി വരാം. ഹെർഫോട് കൂടി വരുമ്പം എങ്ങനെയാന്ന് വെച്ചാൽ ഖരീബുന്റെ കൂടെ വരുന്ന ഹെർഫ് എന്താണ്? മിൻ ആണ്. ഖരീബുൻ മിൻ എന്നാണ് പറയുക. ഖരീബുൻ മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിന്നിന്റെ സാധാരണ അർത്ഥമായ നിന്ന് മാറി ഖരീബിന്റെ കൂടെ വരുമ്പോൾ മിന്നിന്റെ അർത്ഥം അതിലേക്ക് ടു എന്നായിട്ട് മാറും. അൽ മക്തബു ഖരീബുൻ മിനൽ ജാമിഅത്തി. എന്താണ്? ഓഫീസ് യൂണിവേഴ്സിറ്റിയിലേക്ക് വളരെ അടുത്താണ്. യൂണിവേഴ്സിറ്റിനോട് വളരെ അടുത്താണ്. യൂണിവേഴ്സിറ്റിനോട് അടുത്താണ് എന്നാണ് നമ്മൾ പറയല്ലേ. അപ്പം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അടുത്താണെന്നല്ല പറയാം, യൂണിവേഴ്സിറ്റിനോട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അടുത്താണെന്നാ പറയാം. അപ്പം ഇവിടെ മിൻ പോലെ തന്നെ നമുക്ക് ഇലയും യൂസ് ചെയ്യാം. അൽ മക്തബു ഖരീബുൻ ഇലൽ ജാമിഅത്തി എന്ന് പറയാം. അപ്പൊ ഖരീബിന്റെ കൂടെ വരുന്ന ഹർഫ് എന്ന് പറയുന്നത് മിൻ ആണ്. അതേപോലെ ബഈദുൻ ആണെങ്കിൽ അതിന്റെ കൂടെ ചേർന്ന് വരാ അൻ ആണ്. ബഈദുൻ അൻ എന്ന് പറയുമ്പോൾ ഇവിടെ അന്നിന് നമ്മുടെ സാധാ മിന്നിന്റെ അതേ അർത്ഥം ആയി മാറും, നിന്ന് എന്നുള്ളത്. വൽ മക്തബത്തു ബഈദത്തുൻ അനിൽ ജാമിഅത്തി. എന്താണ്? ലൈബ്രറി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദൂരെയാണ്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദൂരെ ആണ്. അപ്പം അൻ എന്ന് പറഞ്ഞാൽ നിന്ന് എന്നുള്ള അർത്ഥം. അത് ബഈദുന്റെ കൂടെ ആണ് വരിക. പിന്നെ നമ്മൾ ഒരു സ്പെഷ്യൽ ഇസ്മുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അസ്മാ ഉൽ ഹംസ 5 സ്പെഷ്യൽ ഇസ്മുകൾ ഉണ്ട്. അതിനകത്ത് നമ്മൾ 2 പഠിച്ചു, അബുൻ അഹുൻ. അപ്പം അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഇലാഫയാക്കിയിട്ട് എഴുതുമ്പോൾ അതിന്റെ കൂടെ ഒന്നെങ്കിൽ ഒരു ഇസ്മ അല്ലെങ്കിൽ ദമീർ മുത്തസിൽ അറ്റാച്ച് ചെയ്ത് എഴുതുമ്പോൾ അതിന് ഒരു എക്സ്ട്രാ മദ് ഇട്ടിട്ടാണ് അതിനെ അറ്റാച്ച് ചെയ്യുക. അപ്പം അതിന്റെ മർഫോ എന്ന് പറയുന്നത് അബുഹു എന്ന് എഴുതുന്നതിന് പകരം അബൂഹു എന്നാവും. അതിനോടൊരു ദമീർ മുത്തസിൽ അല്ലെങ്കിൽ ഒരു പേര് അല്ലെങ്കിൽ ഇസ്മന്നാവും. അബു മുഹമ്മദിൻ എന്ന് പറയുന്നതിന് പകരം അബൂ മുഹമ്മദിൻ എന്നായിട്ട് മാറും. അപ്പം അബൂ, അബ, അബി എന്നാണ് ഈ അബുൻ അഹുൻ എന്നുള്ള സ്പെഷ്യൽ ഇസ്മുകള്. അസ്മാഉൽ ഹംസയിൽപ്പെട്ട സ്പെഷ്യൽ ഇസ്മുകളായ അബുനും അഹുനും ഒരു ഇദാഫയിൽ വരുമ്പം, അതായത് ലമീർ മുത്തസിലിന്റെ കൂടെ വരികയാണെങ്കിലും വേറൊരു ഇസ്മിന്റെ കൂടെ ഇലാഫയായിട്ട് വരുമ്പോഴും അതിന് ഒരു വാവ് അല്ലെങ്കിൽ ഹംസ അല്ലെങ്കിൽ ഒരു അലിഫ് അല്ലെങ്കിൽ യാ ഇട്ടിട്ട് വേണം, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പം അബൂ ഖാലിദിൻ, അഹു മുഹമ്മദിൻ. ഇത് മർഫൂഇന്റെ എക്സാമ്പിൾ. മൻസൂബിന്റെ എക്സാമ്പിൾ ആണെങ്കിൽ ഇന്ന അഹാ സാലിമിൻ, ഇന്ന അബ ആയിഷത്ത. ഇവിടെ ഇന്ന വന്നതുകൊണ്ട് മൻസൂബ് വരണം, അതുകൊണ്ട് അഹ സാലിമിൻ എന്ന് പറയില്ല, അഹാ സാലിമിൻ. പിന്നെ മജ്റൂറിലേക്ക് പോകുന്നതിന്റെ മുമ്പ് നമ്മൾ അഹു, അബു, അബി, അഹി എന്നൊക്കെ പറയുമ്പോൾ അതിന് ഇങ്ങനെയും ഒരു മീനിങ് ഉണ്ട് അല്ലെ. എന്റെ സഹോദരൻ, എന്റെ പിതാവ് എന്നൊക്കെ.
അപ്പം ആ കേസ് വരുമ്പം എന്താണ്, നമ്മൾ അതിന്റെ മുമ്പേ ഇന്ന വന്നു കഴിഞ്ഞാലും മിൻ വന്നു കഴിഞ്ഞാലും ഒക്കെ യാതൊരു മാറ്റവും ഇല്ലാണ്ട് അബി അഹി എന്ന് തന്നെയാണ് വരിക. അത് എഴുത്തിൽ എറാബ് ഉണ്ടാവില്ല. ഇന്ന അബി എന്ന് പറഞ്ഞാൽ നിശ്ചയമായും എൻ്റെ പിതാവ് എന്നാണ്. അവിടെ അതിന്റെ എറാബ് എന്താന്ന് ചോദിച്ചാൽ മൻസൂബാണ്. പക്ഷെ എഴുതുമ്പോൾ നമ്മൾ അവിടെ എവിടെയും ഫത്ഹയൊന്നും കൊടുക്കൂല. ഇനി ഇതന്നെ എന്താണ് മജ്റൂറായ കേസിൽ അബി ഖാലിദിൻ അല്ലെ, മിൻ അബി ഖാലിദിൻ. അപ്പം ഈ കേസിൽ നമുക്ക് അറിയാം വൃത്തിയായിട്ട് മജ്റൂർ തന്നെയാണ്, കാരണം മുമ്പ് മിൻ വന്നിട്ടുണ്ട് അല്ലെ. മിൻ അഹി ആമിനത്ത, അമീനത്ത, മിൻ അഹി അമീനത്ത. അപ്പോൾ ഇതിന് മുമ്പ് ഹർഫ് ജർ വന്നത് കൊണ്ട് ഇത് മജ്റൂർ തന്നെയാണ്. എന്നാൽ എൻ്റെ സഹോദരൻ, എൻ്റെ പിതാവ് എന്ന അർത്ഥം വരുന്നത് ഏത് കേസിലും, മർഫൂ കേസിലാണെങ്കിലും മൻസൂബിലാണെങ്കിലും മജ്റൂറിലാണെങ്കിലും അതേപോലെ തന്നെയാണ് എഴുതപ്പെടുക. പക്ഷെ അതിന്റെ എറാബ് എന്തായിരിക്കും, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറും. അതിനുശേഷം നമ്മൾ എക്സാമ്പിൾസ് കണ്ടു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ലെസൺ. അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ 5th ലെസൺ കഴിഞ്ഞു. 5th ലെസണിന്റെ ഫസ്റ്റ് സെറ്റ് എക്സസൈസ് ആണ് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നത്. ചെയ്തു എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ എക്സസൈസ് ആയിരുന്നു. ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? ചെയ്തത് എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് പോവാം ഇൻഷാ അല്ലാ. ആ ആദ്യം തന്നെ പറഞ്ഞത് ഒരു 4-5 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ട്. അത് ഇട്ടിട്ട് ഇന്ന, അന്ന, ലാക്കിന്ന അതിന്റെ കറക്റ്റ് ഫോം ഉപയോഗിച്ച് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ആൻസേഴ്സ് പറഞ്ഞു പോവാം. ആദ്യം സെന്റൻസിന്റെ സ്റ്റാർട്ടിങ് തന്നെ ആയതുകൊണ്ട് ഇന്ന. ഓക്കെ, ഇന്ന, ഒരു മിനിറ്റ് ഒന്ന് ചെറുതാക്കട്ടെ. ഇന്ന റിജാല. ഓക്കെ, ഇന്ന റിജാല, കാരണം ഇന്ന വന്നത് കൊണ്ട് അത് റിജാല ആവാണ്. മുവദ്ദഫൂന, മുവദ്ദഫൂന ഫി ഹാദിഹി ശരിക്കത്തി. ഇനി എന്തോ ഒരു ഇതും കൂടെ എഴുതണം അല്ലെ, അന്ന അല്ലെങ്കിൽ ലാക്കിന്ന. നിശ്ചയമായും ആ പുരുഷന്മാർ അല്ലെ, നിശ്ചയമായും ആ പുരുഷന്മാർ എംപ്ലോയീസ് ആണ്, തൊഴിലാളികളാണ് ഈ പട്ടണത്തിൽ. എന്താ ബാക്കി പറഞ്ഞിരിക്കുന്നത്? ബുയൂത്തഹും, എന്താണ് താണോ? ഇതിന് ശേഷം നമ്മൾ അന്ന എഴുതുകയാണെങ്കിലും ലാക്കിന്നെ എഴുതുകയാണെങ്കിലും അത് ബുയൂത്തഹും എന്നായിട്ട് മാറും അല്ലെ. ബുയൂത്തഹും ഖരീബത്തുൻ മിൻഹ. അപ്പം നിശ്ചയമായും ഈ പുരുഷന്മാർ, നിശ്ചയമായും ബ്രാക്കറ്റിലാണ് ആ പുരുഷന്മാർ തൊഴിലാളികളാണ് എവിടെ, ഈ കമ്പനിയിൽ. ഓക്കെ, നിശ്ചയമായും ആ പുരുഷന്മാർ ഈ കമ്പനിയിൽ തൊഴിലാളികളാണ്. എന്തുകൊണ്ടാണ്? അപ്പൊ അവിടെ കാരണമാണ് വരിക അല്ലെ, ലി അന്ന. ആ സെന്റൻസിന്റെ മീനിങ് വെച്ച് നോക്കുമ്പോൾ അവിടെ കാരണമാണ് വരിക. കാരണം അവരുടെ വീട് അതിനടുത്തായത് കൊണ്ടാണ് അവര് എന്താണ് ഈ കമ്പനിയുടെ തൊഴിലാളികളായത്. അല്ല, പക്ഷെ അവിടെ ലാക്കിന്നെ വരൂലല്ലോ. അതായത് നിശ്ചയമായും ഈ പുരുഷന്മാർ ആ പുരുഷന്മാർ ഈ കമ്പനിയിലെ തൊഴിലാളികളാണ്, പക്ഷേ അവരുടെ വീട് അതിന്റെ അടുത്താണെന്ന് പറയില്ല അല്ലെ. കാരണം അവരുടെ വീട് അതിനടുത്തായത് കൊണ്ടാണ് അവരവിടുത്തെ തൊഴിലാളികളായതെന്ന് പറയുന്നതാണ് കൂടുതൽ സൂട്ടബിൾ. ഇനി അടുത്തത്, ഇതിന്റെ ഹർക്കത്തുകളൊക്കെ എല്ലാവരും ഇട്ടതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
ഓക്കെ. അടുത്തത് അന ഫി ഫിൽ മദ്രസത്തി. മദ്രസത്തി ഫി വന്നതുകൊണ്ട് മദ്രസത്തി ആണ്, സംശയമൊന്നുമില്ല. അൽ ഹിന്ദിയത്തി. മദ്രസത്തിൽ ഹിന്ദിയത്തി. ഡാഷ് മിനസ് സുദാനി. ഞാൻ എന്താണ് ഇന്ത്യൻ സ്കൂളിൽ ആണ്. അതിനുശേഷം ലി അന്ന ലാക്കിന്ന ഇന്ന അല്ലേ. അപ്പം ഇതിന്റെ നടുവിലായതുകൊണ്ട് ലി അന്ന ഒരു ലാക്കിന്ന വരുമ്പോഴാണ് കൂടുതൽ സൂട്ടബിൾ. അപ്പൊ ഞാൻ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ്, ഇന്ത്യൻ സ്കൂളിലാണ്, സുഡാനിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ കൂടുതൽ ലാക്കിന്ന ആണ് സൂട്ടബിൾ അല്ലേ. അപ്പം ലാക്കിന്ന ഇവിടെ അനയാണ് സബ്ജക്റ്റ്, അതുകൊണ്ട് തന്നെ ലാക്കിന്ന നീ. ലാക്കിന്ന നീ. പക്ഷേ ഞാൻ എന്താണ് മീന സൂദാനി. പക്ഷെ ഞാൻ സുഡാനിൽ നിന്നാണ്. നമുക്ക് ഇത് കഴിയുമ്പം ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാം. റെക്കോർഡിങ് കഴിയുമ്പോൾ പറയാം. ഇനി അടുത്തത് അത്വാലിബത്തു ഫി മക്തബി മുദീരിൽ ജാമിഅത്തി. അത്വാലിബത്തു ദ ഫീമെയിൽ സ്റ്റുഡൻറ് അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിനി, ഫി മക്തബി മുദീരിൽ ജാമിഅത്തി യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറുടെ ഓഫീസിലാണ് അല്ലേ. ബാക്കി എന്താ പറയുന്നത്, അബാഹ ഖാദിമുൻ മിൻ പാകിസ്ഥാന. അപ്പം അവള് യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറുടെ ഓഫീസിലാണ്. പക്ഷേ അവളുടെ പിതാവ് പാകിസ്ഥാനിൽ നിന്ന് വരുന്നവനാണെന്ന് പറയുമ്പം ഒരു എന്താ പറയാ മാച്ചും ഇല്ല അല്ലെ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ ലി അന്ന കുറച്ചും കൂടെ സൂട്ടബിൾ ആണ്. അതായത് അവളുടെ പിതാവ് പാകിസ്ഥാനിൽ നിന്ന് വരുന്നത് കൊണ്ട് അവൾ എന്താണ് ഡയറക്ടറുടെ ഓഫീസിൽ നിൽക്കുക അല്ലെ, പിതാവിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ലി അന്ന അബാഹ ഖാദിമുൻ മിൻ പാകിസ്ഥാന. പാകിസ്ഥാന്റെ കാര്യം കൂട്ടി എഴുതുകയാണെങ്കിൽ മിനൽ പാകിസ്ഥാനി എന്നാവും, അല്ലെങ്കിൽ പാകിസ്ഥാന എന്നാവും. ഇനി അടുത്തത് ഉഖ്തു ഖാലിദിൻ. ഇത് എഴുതാത്തവരാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇതിൽ നിന്നും ലൈവിൽ നിന്നും പോവാം. കാരണം ഇത് നിങ്ങൾ ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ഹയർ. ഇതൊരു പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള ചാൻസ് പോവും. ഓക്കെ. ഉഖ്തു ഖാലിദിൻ മുദർരിസത്തുൻ. ഈ റാക്ക് ശ്രദ്ധ ഇട്ടത് കൊണ്ടാണ് അത് മുദർരിസത്തുന്ന് മനസ്സിലാവുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് മദ്രസത്തുനിന്നും എഴുതാം യാതൊരു ഹർക്കത്തും ഇല്ലാതെ വരുമ്പോൾ. അപ്പൊ ഇവിടെ ശ്രദ്ധ ഇട്ടത് കൊണ്ട് അത് മുദർരിസത്തുൻ എന്ന് അറിയാം. ഉഖ്തു ഖാലിദിൻ മുദർരിസത്തുൻ ഫി മദ്രസത്തി ഉമ്മിഹ. അപ്പം ഖാലിദിന്റെ സഹോദരി അധ്യാപികയാണ് അവളുടെ ഉമ്മയുടെ സ്കൂളില്. അപ്പം അതിനുശേഷം എന്താ വരുന്നത് നോക്കാം. അപ്പം അന്ന ആണെങ്കിലും ലാക്കിന്നെ ആണെങ്കിലും ഉമ്മഹ ആണ് വരിക. ഉമ്മഹ ത്വാലിബത്തുൻ ഫിൽ ജാമിഅത്തി. അപ്പൊ അതിന്റെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ ലാക്കിന്ന ആണ് അവിടെ കറക്റ്റ് ആവുക അല്ലെ. ഖാലിദിന്റെ സഹോദരി അവളുടെ ഉമ്മയുടെ സ്കൂളിൽ അധ്യാപികയാണ്. കാരണം ഉമ്മ യൂണിവേഴ്സിറ്റിയിലെ ടീച്ചറാണെന്ന് അല്ല യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റ് ആണെന്ന് പറയുമ്പോൾ ഒരു ബന്ധവുമില്ല അല്ലേ. പക്ഷേ അവളുടെ ഉമ്മ യൂണിവേഴ്സിറ്റിയിലെ ടീച്ചറാണ് എന്ന് പറയുമ്പോൾ അവിടെ കറക്റ്റ് മാച്ച് ആവും. നമ്മൾ സെന്റൻസിന്റെ അർത്ഥം വെച്ചിട്ട് വേണം ഏതാണ് കൂടുതൽ സൂട്ടബിൾ എന്നുള്ളത് നോക്കാൻ. ഇനി അടുത്തത് ഇസ്മുഹു ബിലാലുൻ ഡാഷ് മിൻ അമേരിക്ക. അവന്റെ പേര് എന്താണ് ബിലാൽ എന്നാണ്. കാരണം അവൻ അമേരിക്കയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു കണക്ഷനും ഇല്ല അല്ലെ. എന്നാ ലാക്കിന്നഹു പക്ഷേ അവൻ അമേരിക്കയിലാണ് എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. ലാക്കിന്നഹു മിൻ അമേരിക്ക.
അപ്പം അത്രയാണ് ഫസ്റ്റ് എക്സസൈസ് അല്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അബു ഖാലിദിന്റെ സൂട്ടബിൾ ഫോം ഉപയോഗിച്ച് എഴുതാനും ഹർക്കത്ത് ഇടാനും ആണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഇന്ന ഡാഷ് ഉസ്താദുൻ മിൻ തിൽക്കൽ ജാമിഅത്തി. ആദ്യം ഹർക്കത്ത് ഇടാം. ഇന്ന ഉസ്താദുൻ മിൻ തിൽക്കൽ ജാമിഅത്തി. ഈ ഇന്നക്ക് ശേഷം വരുന്ന ഇസ്മ മൻസൂബാണ്. പക്ഷെ നമുക്കിവിടെ ഒരു ഇസ്മ എഴുതാനാണ് ഉള്ളത് അല്ലേ? അബു ഖാലിദിന്റെ എന്നുള്ള ഇസ്മ നമുക്കിവിടെ എഴുതാനുണ്ട്. അപ്പം അതെങ്ങനെയാ വരിക? അബാ ഖാലിദിൻ, ഇന്ന വന്നത് കൊണ്ട് അല്ലേ? അബാ ഖാലിദിൻ. അടുത്തത് ഉമ്മു. ഓക്കെ, ഇവിടെ ഒരു ശബ്ദം മിസ്സിംഗ് ഉണ്ട്. ഉമ്മു മറിയമ ഫി ഫസ്ലി. ഓക്കെ, ഫി ഫസ്ലി. ഇനി നമുക്ക് അബു ഖാലിദിന്റെ കറക്റ്റ് ഫോം എഴുതണം അല്ലേ? ഫി ഫസ്ലി വന്നതുകൊണ്ട് ഇനി എന്താണ് അതിന് ശേഷം വരുന്നത്? ഇദാഫയുടെ എക്സ്റ്റൻഷൻ ആണ് അല്ലേ? ഫസ്ലി അബി ഖാലിദിൻ. കാരണം ഇദാഫയുടെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വാക്ക് മുദാഫ് ഓൾറെഡി വന്നു. മുദാഫ് ഇലൈഹി നിശ്ചയമായിട്ടും എന്താണ്? മജ്റൂർ തന്നെയാണ്. അപ്പം അബി ഖാലിദിൻ. ഇവിടെ അബിയും ഖാലിദും രണ്ടും മുദാഫ് ഇലൈഹി ആയിട്ടാണ് വരുന്നത് അല്ലേ? അപ്പോൾ അബി ഖാലിദിൻ. ഇനി അടുത്തത് ഐന ഡാഷ് വ ഉഖ്തുഹു അൽ ഖാദിമത്തു മിൻ അമേരിക്ക. ഐന വ ഉഖ്തുഹു അൽ ഖാദിമത്തു മിൻ അമേരിക്ക. ഇവിടെ അബു ഖാലിദിൻ ചേർക്കുമ്പം ഐനയുടെ കൂടെ വരുമ്പം അവിടെ ചേഞ്ച് ഒന്നും വരൂല, മർഫു തന്നെയാണ് വരിക. അബു ഖാലിദിൻ. ഐന അബു ഖാലിദിൻ വ ഉഖ്തുഹുൽ ഖാദിമത്തു മിൻ അമേരിക്ക. ഇനി അടുത്തത് മസ്മു ഡാഷ് സ്മു ഡാഷ് വമിൻ ഐന ഹുവ. മസ്മു പേര് അല്ലേ? അതും ഈ പറഞ്ഞ പോലെ ഇദാഫയായിട്ടാണ് വരുന്നത്. അബു ഖാലിദിന്റെ ഉപ്പയുടെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം മുദാഫ് ഓൾറെഡി വന്നു ഇസ്മു. അപ്പം അതിന് ശേഷം വരുന്നത് മുദാഫ് ഇലൈഹി ആണ്, അത് മജ്റൂറാണ്. അബി ഖാലിദിൻ. ഇനി ഹാദ അഹു ഡാഷ് ലാക്കിന്ന അഹു ഡാഷ് ലാക്കിന്ന ഫിഷരിക്കത്തി. ഞാൻ എഴുതുന്നത് ചിലപ്പോൾ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരിക്കും. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഹാദ അഹു ഡാഷ് ലാക്കിന്ന ഫിഷരിക്കത്തി. ഹാദ അഹു, ഇത് എന്താണ്? അഹു നമുക്ക് അബു ഖാലിദാണ് ചേർക്കേണ്ടത് അല്ലേ? അപ്പം അഹു എന്ന് പറഞ്ഞിട്ട് അറ്റാച്ച് ചെയ്ത് എഴുതുമ്പം അതെന്താണ്? ഇദാഫയാണ്. അപ്പം ഇദാഫയുടെ സെക്കൻഡ് ടേം, അതായത് മുദാഫ് ഓൾറെഡി അഹു എന്ന് പറഞ്ഞിട്ട് വന്നു. മുദാഫ് ഇലൈഹി ആവുമ്പം അബി ഖാലിദിൻ. അബി ഖാലിദിൻ ലാക്കിന്ന അബ അല്ലെ? ലാക്കിന്ന വന്നതുകൊണ്ട് അബ ഖാലിദിൻ. അത്രയാണ് വരിക. ഓക്കെ, ഇനി അടുത്തത് ട്രാൻസ്ലേഷൻ. Surely Muhammad's father is a teacher in his brother's new school. നിശ്ചയമായും മുഹമ്മദിന്റെ പിതാവ് അവന്റെ സഹോദരന്റെ പുതിയ സ്കൂളിലെ ഒരു അധ്യാപകൻ ആണ്. അപ്പം ഏതാണ് കറക്റ്റ് നോക്കാം. ഇന്ന
അബൂ മുഹമ്മദിൻ. ഇന്ന അബൂ എന്ന് വന്നപ്പോൾ തന്നെ അത് തെറ്റായി അല്ലേ? ഇന്നക്ക് ശേഷം അബൂ മുഹമ്മദ് അല്ല വരിക, അബാ മുഹമ്മദാണ് വരിക. ഇനി അടുത്തത് ഇന്ന അബാ മുഹമ്മദിൻ മുദർരിസുൻ. ഓക്കെയാണ്. ഫി മദ്രസത്തി. ഓക്കെ, നിശ്ചയമായും മുഹമ്മദിന്റെ പിതാവ് അധ്യാപകനാണ്. ഇൻ ഹിസ് ബ്രദേഴ്സ് ന്യൂ സ്കൂളിലെ ഫി മദ്രസത്തി അഖീഹി. ന്യൂ സ്കൂളാണ്, സ്കൂളിനാണ് വിശേഷണം പോണത്. അപ്പം മദ്രസത്ത് സ്ത്രീലിംഗ ആയതുകൊണ്ട് അൽ ജദീദ് കറക്റ്റ് ആവില്ല, അപ്പൊ അതും തെറ്റാണ്. ഇനി ഇന്ന അബി മുഹമ്മദിൻ, അത് തെറ്റാണ്, കാരണം ഇന്നയ്ക്ക് ശേഷം അബ മുഹമ്മദാണ് വരാം. ഇനി അടുത്തത് ഇന്ന അബ മുഹമ്മദിൻ മുദർരിസുൻ ഫി മദ്രസത്തി അഖീഹി അൽ ജദീദത്തി, അത് കറക്റ്റാണ്. അടുത്തതിൽ എന്താ കുഴപ്പം നോക്കാം. ഇന്ന അബ മുഹമ്മദിൻ മുദർരിസുൻ ഫിൽ മദ്രസത്തി അഖീഹി. ഇവിടെ എന്താണ് ഈ ഒരു പാർട്ട്, ഇത് ഇദാഫയാണ് അല്ലേ? അവന്റെ സഹോദരന്റെ സ്കൂൾ എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇദാഫ എഴുതുമ്പോൾ മുലാഫിന് ഒരിക്കലും അല്ലും തൻവീനും വരൂല. മുലാഫിന് അല്ലും തൻവീനും വരൂല. മുലാഫി ഇലേഹിക്കാണ് അല്ലോ തൻവീനോ വരിക. അതുകൊണ്ട് ഇതും തെറ്റാണ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഇനി അടുത്തത് അബുൽ ഉസ്താദത്തു തുർക്കിയുൻ വഹുവ മുദീറു മക്തബത്തിൽ ജാമിഅത്തിൽ അംരിക്കിയത്തി. അബുൽ ഉസ്താദത്തു തുർക്കിയുൻ. അപ്പം പ്രൊഫസറുടെ പിതാവ് തുർക്കിക്കാരനാണ്. ഓക്കെ, ആൻഡ് അവൻ അല്ലെങ്കിൽ അവർ ആരാണ്? മുദീറു മക്തബത്തിൽ ജാമിഅയ്യത്തി. മുദീറു മക്തബത്തിൽ ജാമിഅയ്യത്തി അൽ അംരിക്കിയത്തി. അമേരിക്കൻ ജാമിഅത്തി അൽ അംരിക്കിയത്തി. അത് ഒന്നെങ്കിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ ഓഫീസിന്റെ ഡയറക്ടർ ആവാം. ഓക്കെ, എന്തായാലും യൂണിവേഴ്സിറ്റിയുടെ അമേരിക്കൻ ഓഫീസ് എന്ന് വരില്ല. അതുകൊണ്ട് അർത്ഥം വെച്ച് നോക്കുമ്പം അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയുടെ ഡയറക്ടറാണ്. ഓഫീസല്ല, ലൈബ്രറിയുടെ ഡയറക്ടറാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ എക്സാമ്പിളും. ഓക്കെ, അബുൽ ഉസ്താദത്തു പ്രൊഫസേഴ്സ് സൺ, അത് തെറ്റാണ്, കാരണം പിതാവിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്രൊഫസറുടെ മകൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ദ പ്രൊഫസേഴ്സ് ഫാദർ ഇസ് ടർക്കിഷ്. പ്രൊഫസറുടെ പിതാവ് തുർക്കിക്കാരനും. ആൻഡ് ഹിസ് ഓഫീസ് ഇസ് ഇൻ ദ അമേരിക്കൻ യൂണിവേഴ്സിറ്റി. അങ്ങനെയല്ല പറഞ്ഞത് അല്ലേ? അവന്റെ ഓഫീസ് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലാണെന്നല്ല പറഞ്ഞത്, അവൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയുടെ ഡയറക്ടർ ആണെന്നാണ് പറഞ്ഞത്. അപ്പം ഹിസ് ഓഫീസ് ഈസ് ഇൻ ദ, ആ ഒരു കാര്യം തെറ്റാണ്. അടുത്തത് ദ ഫാദർ ഓഫ് ദി ടർക്കിഷ് പ്രൊഫസർ അന്നല്ല. അബുൽ ഉസ്താദത്തു തുർക്കിയത്തു എന്നത്, തുർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, പ്രൊഫസറുടെ പിതാവ് തുർക്കിക്കാരനാണെന്നാണ്. പ്രൊഫസറുടെ തുർക്കിക്കാരൻ പിതാവ് എന്ന് അല്ല. അങ്ങനെയാണെങ്കിൽ അൽ തുർക്കിക്കും എന്താണ് അൽ വരണമായിരുന്നു. അപ്പം അതും തെറ്റാണ്. അടുത്തത് ദ പ്രൊഫസേഴ്സ് ഫാദർ ഈസ് ടർക്കിഷ്. ഓക്കെ, പ്രൊഫസറുടെ പിതാവ് തുർക്കിക്കാരനാണ്. ആൻഡ് ഹീ ഈസ് ദ ഡയറക്ടർ ഓഫ് ദ അമേരിക്കൻ യൂണിവേഴ്സിറ്റീസ് ഓഫീസ്. അതും തെറ്റാണ്, കാരണം ഓഫീസ് അല്ല, ഇവിടെ മക്തബത്താണ്, ലൈബ്രറിയാണ്. ദ ഫാദർ ഓഫ് ദ പ്രൊഫസർ ഇസ് ടർക്കിഷ്. ഓക്കെ, അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് ഫാദർ ഇസ് ടർക്കിഷ്, രണ്ടും അങ്ങനെ എഴുതാം. ആൻഡ് ഹീ ഈസ് ദ ഡയറക്ടർ ഓഫ് ദ അമേരിക്കൻ യൂണിവേഴ്സിറ്റീസ് ലൈബ്രറി. അതാണ് കറക്റ്റ്. എന്താണ്, പ്രൊഫസറുടെ പിതാവ് തുർക്കിക്കാരനും, ആൻഡ് ഉള്ളത് കൊണ്ട്, ഉള്ളതുകൊണ്ട് തുർക്കിക്കാരനും, വഹുവ അദ്ദേഹം,
ആ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയുടെ ഡയറക്ടറുമാണ്. മക്തബത്ത് ലൈബ്രറി ആണ്. ഓക്കെ, അത് ചെറിയൊരു ചേഞ്ച്. ഞാൻ എപ്പോഴും പറയും, ഓഫീസും ലൈബ്രറിയും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരേപോലെ തോന്നും, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ്. ഈസ് ദ ഡയറക്ടേഴ്സ് ബ്രദർ എ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് അറ്റ് യുവർ ഫാദേഴ്സ് യൂണിവേഴ്സിറ്റി? ഡയറക്ടറുടെ സഹോദരൻ നിന്റെ പിതാവിന്റെ യൂണിവേഴ്സിറ്റിയിലെ ഒരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി ആണോ? നോക്കാം. ഹൽ അഖിൽ മുദീറു. ഹൽ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം എന്താണ് അഹി ആവാൻ ഒരു റീസൺ ഇല്ല അല്ലെ. അഹുൽ മുദീറു ആണ് വരാ. പിന്നെ ഹൽ ഉഖ്തു, സഹോദരന്റെ കാര്യമാണ് ചോദിച്ചത്, അതുകൊണ്ട് ഉഖ്തു അല്ല. അടുത്തത് ഹൽ അഹുൽ മുദീറു, ഡയറക്ടറുടെ സഹോദരൻ. താലിബുൻ, വിദ്യാർത്ഥി. ജാമിഅയ്യുൻ, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി. ഓക്കെ, ആണോ? എന്താണ് ഡയറക്ടറുടെ ബ്രദർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി ആണോ? ഫി ജാമിഅത്തി ഫി ജാമിഅത്തി അബീക, നിന്റെ പിതാവിന്റെ യൂണിവേഴ്സിറ്റിയിൽ. ഇത് കറക്റ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് അടുത്തത് നോക്കാം. ഹൽ അഹു മുദീറൻ, ദ ഡയറക്ടേഴ്സ് ബ്രദർ ആണ്, അതുകൊണ്ട് അൽ മുദീറു വേണം അല്ലെ. ദ ഡയറക്ടേഴ്സ് ബ്രദർ ആണ്, അപ്പൊ അവിടെ അൽ വേണം. ഹൽ അഹുൽ മുദീറു താലിബുൻ. താലിബുൽ ജാമിഅത്തി അല്ല, യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് എന്നാണ് പറഞ്ഞത് അല്ലെ. യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥി എന്നല്ല പറഞ്ഞത്, യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് വിശേഷണമാണ്, അതുകൊണ്ട് അത് തെറ്റാണ്. അപ്പം ആൻസർ സി ആണ്. ഓക്കെ, അപ്പം അത്രയും ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ഞാൻ പറഞ്ഞു ബാക്കി 2 ട്രാൻസ്ലേഷൻ ഉണ്ട്. നമുക്ക് ഇതുവരെ ഒരു സൈഡ് ട്രാൻസ്ലേഷൻ ആണ് വരാറ്. ഇതിൽ 2 ട്രാൻസ്ലേഷനും ഉണ്ട്. അറബിയിൽ നിന്നും മലയാളത്തിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ആക്കാനും, അതേപോലെ ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിൽ നിന്നും അറബിയിലേക്ക് ആക്കാനും. ഇൻഷാ അല്ലാഹ് ക്വസ്റ്റ്യൻ വേഗം തരാം. എനിക്ക് ഈ വീക്ക് തീരെ അതിനു വേണ്ടി ഇരിക്കാൻ പറ്റാനായിട്ടാണ്. അടുത്ത ആഴ്ചത്തേക്ക് അത് ചെയ്തിട്ട് വരാം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് എക്സാമിന് ഒരു ഡേറ്റ് വെക്കാം. ആ ട്രാൻസ്ലേഷൻ എഴുതുമ്പോൾ കഴിയുന്നതും നിങ്ങൾ റിവിഷൻ കഴിഞ്ഞിട്ട് തന്നെ ട്രാൻസ്ലേഷൻ ചെയ്യാൻ ശ്രമിക്കുക. പരമാവധി കറക്റ്റ് ആക്കാൻ നോക്കുക. തെറ്റിക്കോട്ടെ കുഴപ്പമില്ല, എന്നാലും പരമാവധി കറക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴേക്കും നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കും. പിന്നെ എപ്പോൾ എക്സാം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റേണ്ടതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.